MLA പറയുന്നത് സാധാരണ മാധ്യമപ്രവർത്തകരോട് ഇത്തരം വെളിപ്പെടുത്തലുകൾ വിവരങ്ങൾ വരുമ്പോൾ സോഴ്സ് ചോദിക്കുന്നത് അനുചിതമാണെന്ന് പറയുന്നല്ലോ. MLAയുടെ സോഴ്സ് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ റിലയബിൾ ആണോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ IT വ്യവസായത്തിന് ഏറ്റവും അധികം കെട്ടിടങ്ങൾ നൽകുകയും മറ്റും ചെയ്യുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ അല്ലെങ്കിൽ ആ റിയൽ എസ്റ്റേറ്റ് കേന്ദ്രങ്ങളാണ് ഇതിലെ തൽപര കക്ഷികൾ എന്നാണോ? താങ്കളുടെ വിവരങ്ങൾ റിലയബിൾ ആണോ? 100% റിലയബിൾ അല്ലാത്ത ഒരു കാര്യം കേരളത്തിൻ്റെ നിയമസഭയിൽ എഴുതി കൊടുത്തുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങ് ആരോപിക്കാൻ കഴിയുമോ? ഇത് അങ്ങാടി പ്രസംഗം നടത്തുന്നത് പോലെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ എഴുതി കൊടുക്കുന്നൊരു സംഗതി ഇവർ നടത്തുന്ന അങ്ങാടി പ്രസംഗത്തിൻ്റെ എന്താ പറയുക, ആ മാറ്ററിലല്ല വരിക. സ്വാഭാവികമായി ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഈ വികസനം നടക്കുന്നതോടുകൂടി കേരളയിൽ വരുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ കെട്ടിടങ്ങൾ പണിയും. ഈ പറയുന്നത് പോലെ വിദേശത്തടക്കമുള്ള കമ്പനികൾ ഇങ്ങോട്ട് ഒഴുകും. എന്തുകൊണ്ട് ഒഴുകും? നമുക്കറിയാം, കേരളത്തിൽ ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഗണത്തിൽപ്പെട്ട കുടുംബിനികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ, അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിക്ക് കർണാടകയിലോ ഹൈദരാബാദിലോ പോയാൽ 1 ലക്ഷം സാലറി കിട്ടുമെങ്കിൽ അവർക്ക് പോകാൻ യാതൊരു നിവൃത്തിയില്ല. പക്ഷേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ചെത്തിയാൻ സാധിക്കുമെങ്കിൽ ഈ 1 ലക്ഷം ശമ്പളം വാങ്ങാൻ ശേഷിയുള്ള ഈ പറയുന്ന സഹോദരി 50,000 രൂപയ്ക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകും. അത് ശരിയാണ്. അല്പം വകതിരിവോടെ ഈ കാര്യങ്ങളെ ആലോചിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. കാരണം ആധുനിക പൊതുഗതാഗത സംവിധാനം വരുന്നു, K-ഫോണിൻ്റെ സംവിധാനം ഉറപ്പാക്കുന്നു. കേരളത്തിലെവിടെയും ശക്തമായ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഏറ്റവും മികച്ച യാത്രാ സൗകര്യവും സമയത്തിൻ്റെ വില മനസ്സിലാക്കി നമുക്ക് ആ രീതിയിൽ ഒരു ഭാവി കേരളത്തിൻ്റെ മാറ്റം എന്നുള്ള ഒരു വിഷനോടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്ന കേരളയിൽ പ്രശ്നം എനിക്ക് മനസ്സിലായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ PV അൻവർ ഇതിപ്പോൾ സഭയിൽ ഉന്നയിച്ചു, സഭാരേഖകളിലുണ്ട്. അപ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേരവിടെ കിടന്നോട്ടെ, പക്ഷേ KC വേണുഗോപാലിൻ്റെ പേര് വേണ്ടതില്ല. അതിപ്പോൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതായിട്ടാണ് ഞാൻ വൈകുന്നേരം മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നവർ ഈ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് ഭാവി തലമുറ ഓർക്കട്ടെ. എന്ന് വെച്ചാൽ ആരോപണം ഉന്നയിച്ച താങ്കൾ ഒരു മോശക്കാരനാണ് എന്ന നിലയിൽ ഒരു ധ്വനിയോടെ സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം അതിനോട് സമീപിച്ചിട്ടുള്ളത്. ഇത് ഇനി അങ്ങോട്ട് എങ്ങനെ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ ഈ പറയുന്ന കുടുംബിനികളായ 10-25 ലക്ഷം സഹോദരിമാർ ഇന്ന് ഇവിടെ വളർന്നു വരുന്ന തലമുറ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, യുവാക്കൾക്ക് യുവതികൾക്ക് ആവശ്യം എന്താ? തൊഴിലാണ്. ഈ തൊഴിലിനുണ്ടായിരുന്ന മുഴുവൻ സാധ്യതകളാണ് ഒരു സമൂഹത്തെ മുഴുവൻ എന്താ പറയുക, വഞ്ചനാപരമായ രാഷ്ട്രീയം, സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിലവിലുള്ള സമൂഹത്തിനും വരാനിരിക്കുന്ന യുവതലമുറയുടെയും എല്ലാ സാധ്യതകളെയും അതിൻ്റെ കടക്കലാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ കത്തിവെച്ചിട്ടുള്ളത്. അതിന് നടത്തിയ അഴിമതി, ആ അഴിമതിക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ, ഒരു സംസ്ഥാനത്തെ, ഈ ഒരു നാടിനെ തന്നെ ഒന്നടങ്കം തൂക്കി വിറ്റിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, സഭയിൽ ഇത്ര വലിയ ആരോപണം ഞാൻ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് തെളിവാജരാക്കാൻ പറയാതിരുന്നത്? സ്വാഭാവികമായും ഈ പറയുന്ന താങ്കളുടെ ശരത്തിൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ആദ്യം താങ്കൾ എന്താ പറയുക? താങ്കൾ ആ പറഞ്ഞതിൻ്റെ ബേസ് എന്താണ്? അതിൻ്റെ തെളിവാജരാക്കൂ. പറഞ്ഞിട്ടില്ലല്ലോ, തെളിവാജരാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ പറയുക ഒരു മനുഷ്യൻ? സ്വാഭാവികമായിട്ടും ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണ് പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ലല്ലോ. തെളിവാജരാക്കാൻ പറഞ്ഞിട്ടില്ല, അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് നിഷേധിക്കണ്ടേ? ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു നിഷേധം, ഒരു വാക്കിലെങ്കിലും അതുണ്ടായില്ലല്ലോ. എന്താ കാരണം? തെളിവാജരാക്കാൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞാൽ ആ നിയമസഭയുടെ മേശപ്പുറത്ത് ആ തെളിവ് വരും എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കൃത്യമായ അറിവിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ നിയമസഭയിൽ മാത്രമല്ല, ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിൻ്റെ നിയമ നടപടികൾ ഏത് ഏജൻസിയാണോ, വിജിലൻസാണോ അന്വേഷിക്കേണ്ടത്, മറ്റ് ഏജൻസികളാണോ അന്വേഷിക്കേണ്ടത്, അതിൻ്റെ ലീഗൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിന് കോടതിയെ സമീപിക്കും. കാരണം കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതിന് ഈ ഒരു ലീഗൽ സൊല്യൂഷൻ
കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാനുള്ള ഒരു ലീഗൽ സൊല്യൂഷൻ ഈ ആരോപണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ലല്ലോ. താങ്കൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ആ തെളിവുകൾ നിയമപരമായി ശക്തമാണ് എന്ന ഒരു നിയമോപദേശമോ അല്ലെങ്കിൽ ആ നിലയിൽ അഭിഭാഷകരുമായിട്ടുള്ള ആലോചനയോ നടന്നു കഴിഞ്ഞോ? കൃത്യമായും കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിദഗ്ധരുമായി സംസാരിച്ച് ഇതിൻ്റെ ഒരു ലീഗൽ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കി അത് ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇത് ഉന്നയിച്ചിട്ടുള്ളത്. താങ്കളുടെ അടുക്കലേക്ക് ഈ വിവരങ്ങൾ എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര കാലമായി? ഒരു കഷ്ടി ഒരു മാസമാവുന്നേ ഉള്ളൂ ഈ വിവരത്തിൻ്റെ ഒന്നാം ഘട്ടം കിട്ടുന്നത്. അതിനുശേഷം സ്വാഭാവികമായും നമ്മൾക്ക് കിട്ടിയ വിവരത്തിൻ്റെ ഒരു നിജസ്ഥിതി വിവരത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ അല്ല, ഇങ്ങനെ ഒരു സംഗതി ഇടപാട് നടന്നിട്ടുണ്ട്. ഈ കേരളിൻ്റെ പിന്നിൽ ഈ സമരത്തിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഫസ്റ്റിൽ കിട്ടുന്നത് അതിൽ ചെറിയ സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ശരത്തന്നെ ആലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ 7 വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് മുന്നിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം കൊണ്ടുവന്ന എല്ലാ സമരങ്ങളും, 1-2 സമരമല്ലല്ലോ നമ്മൾ കണ്ടത്, എല്ലാ സമരങ്ങളും തകർന്ന് തരിപ്പണായില്ലേ? ഇവർ പിന്മാറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. എന്തേ കേരളയിൽ മാത്രം ഇത്ര രൂക്ഷമായി കേരളത്തിൽ കത്തി നിന്നത്? 1 ഇഞ്ച് വിടാതെ കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകളെ പല സ്ഥലങ്ങളിലും ഈ സമരത്തിൽ നടന്നത് ഇവിടുത്തെ പല പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തല്ലേ. സമരത്തിന് പല സ്ഥലത്തുനിന്നും, ആ സ്ഥലത്തെ ആളുകളല്ല, പല സ്ഥലത്തുനിന്നും വാഹനത്തിലെ ആളെ കൊണ്ടുവന്ന്, സമരത്തൊഴിലാളികളെ കൊണ്ടുവന്ന് സമരം വരെ ചെയ്യിച്ചല്ലോ. സമരത്തിൽ വലിയ അക്രമം നടന്നു എന്ന് പറയാൻ കുട്ടികളുടെ വലിയ കരച്ചിൽ, ചെറിയ കുട്ടികളെ സൂചി കൊണ്ട് കുത്തുന്ന വീഡിയോസ് പുറത്തു വന്നല്ലോ. വാവിട്ട് കരയുന്ന കുട്ടികളെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ എല്ലാ നിലക്കും പ്രദേശവാസികളെ ഉൾപ്പെടെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് സമരത്തൊഴിലാളികളെ ഇറക്കിയിട്ടും ഈ സമരം രൂക്ഷമായി കത്തിച്ച് നിർത്തിയത് എന്തേ മറ്റു സമരം പോലെ അങ്ങ് കെട്ടുപോകാതിരുന്നത്? കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണ്ടേ? ഒരു വസ്തുതയല്ലേ? ഈ പണം ഈ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിനുവേണ്ടി എത്ര പണം ഇറക്കാനും തയ്യാറായിട്ടൊരു ഒരു വൻ ശക്തി ഇവരെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ അവർക്ക് വേറെ എന്തിനെ പേടിക്കണം? ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇങ്ങനൊരു ഇടപാട് നടന്നു എന്ന വിവരം ലഭിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. പിന്നീട് ഈ 150 കോടി അത് 3 ഘട്ടമായിട്ടാണ് എത്തിയത്. അതെങ്ങനെ എത്തി എന്നതുപോലുള്ള വിവരങ്ങളും ഇന്ന് സഭയിൽ താങ്കൾ പറയുകയുണ്ടായല്ലോ. അതേക്കുറിച്ചുള്ള ഒരു താങ്കളിലേക്ക് വന്ന അറിവും അതുമായി ബന്ധപ്പെട്ട് ബോധ്യമായ ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള നിയമസഭാംഗമായിട്ടുള്ള താങ്കൾ പറയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ആ വിവരത്തിൽ താങ്കളെ തന്നെ ബോധ്യപ്പെടും വിധത്തിൽ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് വന്നത്, എന്തൊക്കെയാണ് അറിഞ്ഞത്? അതിൽ ഇപ്പോൾ ഈ ഡീലിൻ്റെ ഏറ്റവും എന്താ പറയുക ഫസ്റ്റ് ഫേസ്, ഇതിലേറ്റവും വലിയ കള്ളൻ, ഇതിന് കളമൊരുക്കുന്നത് ശ്രീ കെ.സി. വേണുഗോപാലാണ്. ശ്രീ കെ.സി. വേണുഗോപാൽ വഴിയാണ് കേരളത്തിൽ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവരിൽ നിന്നുണ്ടായിരുന്ന ഓഫർ ശ്രീ കെ.സി. വേണുഗോപാൽ വഴി ഈ സമരം വിജയിപ്പിച്ച് ഈ പദ്ധതിയെ തകർത്ത് അത് നടപ്പിലാകാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചാൽ കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ആവശ്യമായ പണം, അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ 2 ഓഫറുമായിരുന്നു. ആ 2 ഓഫറും കിട്ടി. അതിനനുസരിച്ച് ഇവിടെ നാടകം നടത്തി. പക്ഷേ കേരളത്തിലെ ജനം ഇത് തിരിച്ചറിഞ്ഞ് വീണ്ടും ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. അതോടുകൂടി കൈവിട്ടു പോയപ്പോൾ പിന്നെ എന്താണ്? പിന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ റോൾ എന്താണ്? പ്രതിപക്ഷ നേതാവാണ്. നമുക്കറിയാലോ, കേരളത്തിലെ ശ്രീ രമേശ് ചെന്നിത്തലയടക്കം കേരളത്തിലെ കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷം അദ്ദേഹത്തെ ആയിരുന്നു കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാക്കേണ്ടിയിരുന്നത്. പക്ഷേ MLA-മാരിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും ആ രമേശ് ചെന്നിത്തലയെ മാറ്റി ഏറ്റവും ജൂനിയറായിട്ടുള്ള ഈ പറയുന്ന VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായത് എങ്ങനെയാണ്? ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിനുവേണ്ടി ആരാ പ്രവർത്തിച്ചത്? ഈ പറയുന്ന കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ ഒരു സമാന്തര ഇടപാട് കേരളയിലൊക്കെ സജീവമാകുന്നത് അതിനൊക്കെ ശേഷമല്ലേ? ഇതിന് ശേഷം ഞാൻ ചോദിക്കുന്നത്, കേരളയിൽ യഥാർത്ഥത്തിൽ കേരളയിൻ്റെ ഇടപാടിൻ്റെ ഒരു ആലോചനയും അതിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കേരളയിൽ പദ്ധതിയെ 1-ാം ഘട്ടത്തിൽ കോൺഗ്രസ് സ്വാഗതം ചെയ്തതാണല്ലോ. കോൺഗ്രസിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു? ഇതിന് വേണ്ടിയിട്ട് സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കണം, കൃത്യമായ കോമ്പൻസേഷൻ. അതിൽ നിന്ന് അവർ പെട്ടെന്ന് മാറുകയാണല്ലോ. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ ഇത് രൂക്ഷമായ ചർച്ചയാവുന്നത്.
രൂക്ഷമായ ചർച്ചയാവുന്നത്. അത് കഴിഞ്ഞ് കേരളത്തിലെ നിയമസഭയിൽ വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു. നമ്മൾ കേരളയിൽ പദ്ധതികളുമായി മുന്നോട്ട് പോയി. അതുമായി നമ്മൾ മുന്നോട്ട് പോയി എന്തായാലും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപിത ലക്ഷ്യമായി ഗവൺമെൻറ് പോയി. അവസാനം എന്താ ഉണ്ടായത്? കേരളത്തിലെ ഈ 18 MP-മാരെയും കേരളത്തിലെ BJP-യുടെ മന്ത്രിയെയും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയില്ലേ കേരളത്തിലെ പ്രതിപക്ഷം, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ? അങ്ങനെ BJP-യിൽ കൂടി സമ്മർദ്ദം ചെലുത്തിയിട്ടാണല്ലോ താൽക്കാലികമായിട്ടുള്ള നമുക്ക് ഈ സർവേ നടത്താനുള്ള പെർമിഷൻ പോലും ക്യാൻസൽ ചെയ്യിച്ചവരല്ലേ. ഞാൻ താങ്കളിലേക്ക് വരാം.